ഓ തുളസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗം 31. സച്ചിദാനന്ദ സ്വരൂപികളായ ആത്മഭാവങ്ങളെ സാദരം സപ്രേമം പ്രണാമം. എന്താണ് രാമായണം? അതിൻ്റെ തത്വസാരം താത്വികമായി നമുക്ക് അല്പം ചിന്തിക്കാം. അയോധ്യ എന്നത് ആർക്കും ജയിക്കാൻ കഴിയാത്ത അജയ്യ ശക്തിയായ പ്രപഞ്ചം തന്നെയാണ്. ഇന്ദ്രിയങ്ങളാകുന്ന 10 രഥത്തിലിരുന്ന് വിഷയങ്ങളോട് സംഘട്ടനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശരീരാഭിമാനിയായ ജീവനാണ് ദശരഥൻ. ശക്തിത്രയങ്ങളായ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തികളാണ് കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ റാണിമാർ. രാമാദി 4 പുത്രന്മാർ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, തുര്യൻ എന്നീ 4 ഭാവങ്ങളാണ്. അവ പൂർണ്ണജ്ഞതയുള്ള, പൂർണ്ണമായ അറിവുള്ള 4 മനുഷ്യരായി കണക്കാക്കപ്പെടുന്നു. പൂർണ്ണപ്രജ്ഞരായിട്ടുള്ളവർ, മനുഷ്യത്വത്തിൻ്റെ പാരമ്യതയിലെത്തിയിട്ടുള്ളവർ എന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യജന്മം ജ്ഞാന സമ്പാദനത്തിനും ആത്മസാക്ഷാത്കാരത്തിനുമുള്ളതാണ്. അതാണ് ജീവിത ലക്ഷ്യം. സത്സംഗം കൊണ്ട് ബോധം വളർന്നു വരും, ദൃഢത വരും. അതിന് പ്രാപ്തനായ ആചാര്യനെ ബാല്യകാലം മുതൽ തന്നെ ശരണം പ്രാപിക്കണം. ശ്രീരാമൻ അതിന് ഉദാഹരണമാണ്. അതിനാലാണ് തീർത്ഥാടനം നടത്തുന്നത്. ആത്മജ്ഞാനികളാണ് തീർത്ഥങ്ങൾ. സത്സംഗം ശ്രവിക്കണം. അതാണ് വിശ്വാമിത്രാദി മഹർഷീശ്വരന്മാർ രാമായണത്തിലുടനീളം പഠിപ്പിക്കുന്നത്. അദ്ദേഹം ബലയും അബലയും ആകുന്ന 2 മന്ത്രൌഷധങ്ങൾ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു. തന്മൂലം വിശപ്പ്, ദാഹം, ഭയം, വ്യസനം, ക്രോധം എന്നിവയെ ജയിക്കാൻ കഴിഞ്ഞു. ബ്രഹ്മചര്യം കൊണ്ട് ശരീരത്തിൻ്റെയും, അഹിംസ കൊണ്ട് മനസ്സിൻ്റെയും, സത്യം കൊണ്ട് ബുദ്ധിയുടെയും ദോഷങ്ങൾ നീങ്ങുന്നു. തപസ്സുകൊണ്ട് ശരീരമനോബുദ്ധികൾക്ക് വീര്യം വർദ്ധിക്കുന്നു. രാമൻ കാമരൂപിണിയായ താടകയെ നിഗ്രഹിച്ചു. നിഷ്കാമ കർമാനുഷ്ഠാനം ശീലിച്ചു. തന്മൂലം രാഗദ്വേഷങ്ങളാകുന്ന അന്ധഃകരണ വൃത്തികൾ അത്യന്തം ശുദ്ധമായി മാറുകയും ചെയ്തു. രാഗദ്വേഷാദികൾ മാറിയിട്ട് മനസ്സ് തെളിഞ്ഞു. മനോമാലിന്യങ്ങൾ മാറ്റുന്നതിനാണ് തപസ്. അന്ധഃകരണ ശുദ്ധി വരണം. രാഗദ്വേഷാദികൾ മാറണം.
അത് അന്ധഃകരണത്തിൽ ജന്മസിദ്ധമായിട്ടുണ്ടാകുന്നതാണ്. അതിനെ പാകപ്പെടുത്തി സത്സ്വഭാവത്തിൻ്റെ, സൗമ്യതയുടെ, ശാന്തതയുടെ, സൗകുമാര്യത്തിൻ്റെ എല്ലാ വിളനിലങ്ങളുമായി മനസ്സ് മാറിക്കിട്ടണം. അതിനാണ് തപസ്സും. തമോ ഗുണത്തെ അകറ്റുന്നതിനുള്ള സാധനാമാർഗങ്ങളും നമ്മുടെ ഋഷീശ്വരന്മാർ പരമ്പരയായി പഠിപ്പിച്ചു വരുന്നത്. ഇത് തന്നെ വിശ്വാമിത്രൻ്റെ യാഗവും. മാരീചൻ, സുബാഹു എന്നീ ദുഷ്ടശക്തികളെ ഇല്ലാതാക്കി അവരെ സംഹരിച്ചു. ബ്രഹ്മവിദ്യ ആകുന്ന സീതയെ പ്രാപിക്കാൻ വേണ്ടി വിദേഹരാജ്യത്ത് എത്തുന്നു. ശരീരാഭിമാനാദി ഭാവങ്ങളില്ലാത്ത ജ്ഞാനഭാവം എന്ന അർത്ഥമാണ് വിദേഹരാജ്യം എന്നത്. ജ്ഞാനഭാവം മാത്രമാണ് വിദേഹ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയോനിജയായ സീത തന്നെ ബ്രഹ്മവിദ്യ. മാർഗമധ്യേ ശിലാരൂപിണിയായ അഹല്യയെ മുക്തയാക്കി. പരിശുദ്ധ പ്രേമഭക്തിയാണ് അഹല്യ. ഇന്ദ്രൻ്റെ സമ്പർക്കത്താൽ കല്ലായിത്തീർന്നു. മനസ്സ് തന്നെയാണ് ഇന്ദ്രൻ. സങ്കല്പങ്ങൾ തന്നെയാണ് മനസ്സ്. ആഗ്രഹങ്ങളാകുന്ന സങ്കല്പങ്ങൾ പ്രാണന് ഐക്യരൂപവും സാമ്യാവസ്ഥയും കൈവരുത്തുമ്പോൾ ബ്രഹ്മവിദ്യ ഹൃദയസ്ഥിതമാകും, സ്വായത്തമാകും. അത് ജീവിതത്തിൻ്റെ പരമലക്ഷ്യമാണെന്ന് അറിയുക. അയോധ്യയിലേക്കുള്ള തിരിച്ചുവരവും ഭാർഗവരാമൻ എതിർക്കുന്നു. 2 രാമന്മാർ പാടില്ല. ജീവനും ഈശ്വരനുമാണ് 2 രാമന്മാർ. രണ്ടും ഒന്ന് തന്നെ ആണ്. ബോധ്യം വന്നു. അദ്വൈതം. സജ്ജനങ്ങൾ ഉപദേശിച്ചാലും പ്രാരബ്ധമുണ്ടോ തടുക്കാൻ കഴിയുന്നു. മന്ധര, കൈകേയിമാർ പ്രാരബ്ധങ്ങളാണ്. സത്സംഗം ചെയ്തുകൊണ്ട് തന്നെ ബ്രഹ്മവിദ്യയെ മറക്കാതെ നിഷ്കാമനായി പ്രപഞ്ചകാര്യങ്ങളിൽ തൻ്റെ പ്രാരബ്ധത്തിനനുസരിച്ച് രാമൻ വ്യവഹരിച്ചു. അതാണ് വനവാസവും രാവണനുമായുള്ള യുദ്ധവും മറ്റും. രാമരാവണ യുദ്ധത്തെ യുദ്ധസപ്താഹം എന്നാണ് പറയുന്നത്. ദേഹം ഒരു നാൾ ജർജരമാകും. അതിനു മുൻപ് മനസ്സ് നിർമ്മലമാകണം, പരിശുദ്ധമാകണം. ദണ്ഡകാരണ്യത്തിൽ കണ്ട വിരാധൻ ക്രോധാദി വികാരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ശരഭംഗൻ എന്ന മഹർഷി ദേഹം വെടിഞ്ഞു. അർത്ഥാത് പ്രാണ സംയമനം പോയി. എന്നാൽ അഗസ്ത്യൻ ഉപദേശിച്ചു, ജടായുവിനെ കാവലാക്കി. പഞ്ചവടി 5 ഇന്ദ്രിയങ്ങളുടെ കേന്ദ്ര സ്വരൂപമാണ്. മനസ്സ് തന്നെയാണ് പഞ്ചവടി. പ്രണവാനുസന്ധാനമാണ് മഹേശ്വര ചാപം. ഭക്തി വൈരാഗ്യങ്ങളാകുന്ന 2 ചിറകുകളുള്ള വിവേകമാണ്
ജടായു. ലക്ഷ്മണോപദേശം ജ്ഞാനചിന്തയാണ്, കാമവാസനയാണ് ശൂർപ്പണഖ. രജോ ഗുണമാണ് രാവണൻ. കുംഭകർണൻ്റേത് തമോ ഗുണവും വിഭീഷണൻ്റേത് സത്വഗുണവുമാണ്. രജസിനെയും തമസിനെയും രാമൻ ജയിച്ചു. പൂർണ്ണപ്രജ്ഞനാകുന്നു, സത്വഗുണപ്രധാനിയാകുന്നു രാമൻ. രാക്ഷസന്മാർ ചഞ്ചല മനസ്സാണ്. അസംഖ്യം ആഗ്രഹങ്ങളടങ്ങി വിവേകം ഉണർന്നു. മാരീചൻ്റെ പിന്നാലെ പോയി ആകർഷണം മൂലം. അതോടെ സീത അപഹരിക്കപ്പെട്ടു. ജടായുവിൻ്റെ 2 ചിറകുകളും ഒന്നിച്ച് നഷ്ടപ്പെട്ടു. ജ്ഞാനവിജ്ഞാനങ്ങളില്ലാതാകുന്നു എന്നർത്ഥം. ആഹാരനിദ്രാദി ആകുന്ന കേവല ജന്തുധർമ്മം തന്നെയാണ് കബന്ധൻ. അതിനെ ജയിച്ചു. ഈശ്വര സാക്ഷാത്കാരമാണ് പരമമായ ലക്ഷ്യം. അത് തെളിഞ്ഞു വന്നു. വിവേകത്തിൻ്റെ പ്രതീകമാണ് സുഗ്രീവൻ. അവിവേകത്തിൻ്റെ പ്രതിബിംബമാണ് ബാലി. ഭൂമധ്യമാണ് ഋഷ്യമൂകാചലം. കിഷ്കിന്ധ ഹൃദയമാണ്. ബാലിയുടെ അമ്മ അരുണനും അച്ഛൻ ഇന്ദ്രനുമാണ്. സുഗ്രീവന്റെ മാതാപിതാക്കൾ അരുണനും ആദിത്യനുമാണ്. അഹങ്കാരം അരുണൻ ആണ്. ആത്മാവ് ആദിത്യനും. മനസ്സ് ഇന്ദ്രനാണ്. ആത്മാവും അഹങ്കാരവും കൂടി ചേർന്നപ്പോഴുണ്ടായ അത്ഭുതമാണ് സുഗ്രീവൻ. വിവേകം, അഹങ്കാരം, മനസ്സ് കൂടിച്ചേർന്ന അവസ്ഥയാണ് സുഗ്രീവൻ. ബാലിയോട് നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യുന്ന ആളിൻ്റെ പകുതി ബലം ബാലിക്ക് ചെന്നെത്തും. അർത്ഥാത് അവിവേകത്തോട് എതിർക്കുന്നവൻ്റെ പകുതി ബലം നഷ്ടപ്പെടും എന്ന് ചുരുക്കം. ബാലി സുഗ്രീവ യുദ്ധം സുഗ്രീവന് അടയാളം ചാർത്തിവിട്ടു രാമൻ. ബാലിയെയും സുഗ്രീവനെയും തിരിച്ചറിയുന്നതിന് വേണ്ടി രാമബാണം ഏറ്റു. ബാലി മരിച്ചു. വിഷയേച്ഛയാകുന്ന വിവേകം അല്ലെങ്കിൽ അദമ്യമായ ഭാവം ഇല്ലാതാകുന്നു. രാവണനിലൂടെയും ബാലിയുടെയും വധം അതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ പ്രണവം തന്നെയാണ് താര. പ്രണവം ഓങ്കാരം. 7 സ്ഥൂല ശരീരമാണ് 7 കരിമ്പനകൾ. ഒരസ്ത്രം കൊണ്ട് 7 കരിമ്പനകളെയും ഒരേ നിമിഷം രാമൻ ഛേദിച്ചു എന്നതിൻ്റെ അർത്ഥം.
രസ രക്ത മാംസ മേധോ മജ്ജാസ്ഥി ശുക്ലങ്ങളാകുന്ന 7 ധാതുക്കളാണ് സ്ഥൂല ശരീരം. അതിൻ്റേതായ ആഹാര നിദ്രാദി ജന്തുധർമ്മങ്ങളിൽ നിന്ന് നിവർത്തിക്കാൻ തന്നെ നിവർത്തിക്കുന്ന യത്നമാണ് കരിമ്പനകളെ ഒരസ്ത്രം കൊണ്ട് ഛേദിച്ചു എന്ന സങ്കല്പം. പ്രണവമന്ത്രമാണ് ആ അസ്ത്രം. ശ്വാസനിയന്ത്രണം കൊണ്ടുള്ള മനസ്സിൻ്റെ ഏകാഗ്രത തന്നെയാണ് ശരം. സുഷുമ്നാ നാഡിയാകുന്ന വൃക്ഷം മറഞ്ഞു നിന്നാണ് അവിവേകമാകുന്ന ബാലിയെ ശ്രീരാമൻ ഹനിച്ചത്. ക്രിയാമാർഗോപദേശം വിഷയേച്ഛ നശിച്ച് പ്രണവാനുസന്ധാനം ചെയ്യുന്നതിൻ്റെ പ്രതീകമാണത്. വേദാന്ത ചിന്തകളാണ് വാനരന്മാർ. ഉപനിഷത്തുകളുടെ പ്രതീകം. ബ്രഹ്മവിദ്യയാകുന്ന സീതാദേവി അന്വേഷിക്കുന്നു. ബ്രഹ്മവിദ്യ തൻ്റെ ചിത്തത്തിലാണിരിക്കുന്നത്. അതാണ് സീതാദേവി. അസംഖ്യങ്ങളിൽ ഒരാൾക്ക് മാത്രം അറിയാൻ കഴിയുന്നു ബ്രഹ്മവിദ്യ. സീതാദർശനം ആഞ്ജനേയന് മാത്രമാണ് ആദ്യം ലഭിക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി താത്വികമായ ചിന്തകളിലൂടെ ദർശനങ്ങളിലൂടെ അവതരിപ്പിച്ചതാണ് രാമായണത്തിലെ കഥാപാത്രങ്ങൾ. വളരെ ഗഹനമായ ചിന്ത ഇതിൻ്റെ പിന്നിലുണ്ട്. ആത്മഭാവങ്ങളെ കർക്കടകം തുടങ്ങുന്ന പ്രഥമ ദിവസം മുതൽ അവസാന ദിവസമായ 31-ാം ദിവസം ഇപ്രകാരം രാമായണത്തിലെ മുഖ്യ കഥാപാത്രങ്ങളും കഥാഘടനകളും സംക്ഷേപമായി വളരെ ഭക്ത്യാദരവോടുകൂടി ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും സുഖവും ശാന്തിയും ആനന്ദവും അഭിവൃദ്ധിയും ഉല്ലാസവും ഉത്കർഷവും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കനിഞ്ഞനുഗ്രഹിക്കട്ടെ. സീതാദേവിയാകുന്ന ബ്രഹ്മവിദ്യയെ നമുക്ക് സാക്ഷാത്കരിക്കാം. ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ബ്രഹ്മവിദ്യ പരിപൂർണത, പൂർണ്ണപ്രജ്ഞനാകാം. സ്വസ്ത്യസ്തു ശുഭമസ്തു സന്തു മംഗളശതാനി.